ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യമറിഞ്ഞ പാർവതി ധൃതി പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ പോവുകയാണ്. അപ്പോൾ ഓട്ടോക്കാരനോട് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറയുകയാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഓട്ടോ ഒരു ബൈക്കുമായി കൂട്ടിമുട്ടുകയാണ്. അതോടുകൂടി ഓട്ടോക്കാരനും ആ ബൈക്കുകാരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ്. അതോടുകൂടി പാർവതി, ചേട്ടാ ഇപ്പോൾ ഈ സമയത്ത് വഴക്കിടല്ലേ, എനിക്ക് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതാണ്. കുട്ടി, നീ വേറെ വണ്ടി വിളിച്ചുകൊണ്ട് പോയിക്കോ, എനിക്കിപ്പോൾ ഈ പ്രശ്നം തീർക്കാതെ വരാൻ കഴിയില്ല. എൻ്റെ ഓട്ടോയ്ക്ക് നല്ല കൊണ്ട് നീ വേറെ വണ്ടി വിളിച്ച് പൊയ്ക്കോ. അത് കേട്ടപ്പോൾ പാർവതി പിന്നെ ടെൻഷനായിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പാറു ഓടി പോവുകയാണ്. ഈ സമയം പ്രിയൻ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയന് വെള്ളം കുടിക്കാൻ തോന്നുകയാണ്. അപ്പോൾ അവിടെ കുപ്പിവെള്ളം വിൽക്കുന്ന ആളെ കണ്ടപ്പോൾ പ്രിയൻ ബസ്സിൽ നിന്നും ഇറങ്ങി അതിൽ നിന്നും ഒരു കുപ്പിവെള്ളം വാങ്ങി തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിയൻ്റെ ബാക്കിൽ ഓട്ടോക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇതുവരെയും പോയില്ലേ? ഇല്ല മോനെ, എനിക്ക് പോകാൻ തോന്നുന്നില്ല, എൻ്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പിരിയുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയാണ് തോന്നുന്നത്. പാർവതി, ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം നീയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ പാർവതിക്ക് നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണ് നിന്നോട് പറയുന്നത് എന്ന് നിനക്ക് തോന്നാം. അതിന് കാരണമുണ്ട് മോനെ. നിന്റെ പ്രായത്തിലും എനിക്കും ഒരു ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആ ഇഷ്ടം ഞാൻ മാറ്റിവെച്ച് അവളിപ്പോൾ മറ്റൊരാളുടെ കൂടെ ജീവിച്ച് അവൾ കഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വേദന എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം വരാൻ പോകുന്നത്. പിന്നീട് നീ അതിനെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് എനിക്ക് സ്വന്തമാക്കാൻ കഴിയുകയുമില്ല. നല്ല ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം മോനെ. അപ്പോൾ പ്രിയം പറയണേ, ഇത് ഞാൻ ആലോചിച്ച തീരുമാനം തന്നെയാണ്. ഇത് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഇഷ്ടം കാരണം അവൾ ഒരിക്കലും ജീവിതകാലം മുഴുവനും കഷ്ടപ്പാടും വേദനയും അനുഭവിക്കരുത് എന്ന് കരുതിയാണ്. അപ്പോൾ ഓട്ടക്കാരൻ പറയണേ, ഞാൻ നിന്നെ ആദ്യമായി കാണുന്ന സമയത്ത് പാർവതിയെ നീ സ്നേഹിക്കുന്നതിനേക്കാളും 10 മടങ്ങധികം നീ ഇപ്പോഴാണ് പാർവതിയെ സ്നേഹിക്കുന്നത്. ഇപ്പോഴും നീ പാർവതിക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മോനെ, നീ മനസ്സിലാക്കണം, നിന്നേക്കാളും 10 മടങ്ങ് അധികം പാർവതി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സ്നേഹം നിന്നേക്കാളും ആഴത്തിലുള്ളതാണ്. എവിടെ വേണമെങ്കിലും പോയിക്കോ മോനെ, പക്ഷേ പാർവതിയുടെ സ്നേഹം നിന്നെ ഒരു ദിവസം അവളുടെ മുന്നിലെത്തിക്കും. സ്നേഹം വളരെ സത്യമുള്ള ഒരു കാര്യമാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും നീയും അവളും ചേരേണ്ടതാണെങ്കിൽ നിങ്ങൾ ഒന്നു ചേരുക തന്നെ ചെയ്യും. അത് നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ഓട്ടോക്കാരൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയൻ വേദനയോടുകൂടി ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഈ സമയം പാർവതി ഓടി വരികയാണ്, ബസ് സ്റ്റാൻഡിലേക്ക് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ വരുന്ന വഴിയിൽ ഓടി വരുന്ന സമയത്തൊക്കെ പാർവതി ഇതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. പ്രിയൻ സൈക്കിൾ കൊണ്ടുകൊടുത്തതും പിന്നീട് ആദ്യമായിട്ട് ഒരു ലെറ്റർ പോലെ അയച്ചു കൊടുത്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് പാർവതി കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നത്. അങ്ങനെ പാർവതി ഇതൊക്കെ ഓർത്തുകൊണ്ട് ഓടിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിയുടെ മുന്നിലേക്ക് ഒരു ഓട്ടോ വരികയാണ് കേട്ടോ. അത് പാർവതി കാണുന്നില്ല. പെട്ടെന്ന് ഓട്ടോയിൽ പോയിട്ട് പാർവതി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഓട്ടോക്കാരൻ പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് ആ ഓട്ടോക്കാരനെ കണ്ടപ്പോൾ പാർവതി അതിശയിച്ചു പോകുന്നത്. ആ ഏട്ടാ, നിങ്ങളായിരുന്നോ? നീ എന്താ മോളെ ഇങ്ങനെ ഓടി വരുന്നത്? പാർവതി, ഇപ്പം നിനക്ക് എന്തെങ്കിലും പറ്റിയേനെ? എന്താ മോളെ? ഏട്ടാ, എൻ്റെ ഗന്ധർവൻ ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. പ്രിയൻ ചേട്ടനാണ് ഞാൻ അന്വേഷിക്കുന്ന ഗന്ധർവൻ. അപ്പോൾ ഓട്ടോക്കാരൻ പറയണ, ഇപ്പം നീ കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഒരുപാട് വൈകിപ്പോയി. എന്താ ഏട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവനെ ഞാൻ ബസ് സ്റ്റാൻഡിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. അവൻ ഈ നാട് വിട്ട് തന്നെ പോവുകയാണ്. അത് കേട്ടപ്പോൾ എനിക്കൊരു സഹായം ചെയ്യുമോ? എന്നെ എങ്ങനെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു തരുമോ? അവൻ ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. എവിടെ പോകാനാണെങ്കിലും എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ തടുത്ത് എൻ്റെ പ്രിയൻ ചേട്ടനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. എന്നെ ഒന്ന് സഹായിക്കുമോ ചേട്ടാ? നീ വണ്ടിയിൽ കയറി പാർവതി, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പാർവതിയെയും കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്കും പ്രിയൻ്റെ ബസ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പ്രിയൻ പാർവതിയും മൊത്തം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആ നിമിഷത്തെക്കുറിച്ചൊക്കെ വേദനയോടുകൂടി ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പാർവതി ആ ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രിയൻ ചേട്ടനെ ഒന്ന് തടയാമായിരുന്നില്ലേ? അപ്പോൾ പാർവതി, ഞാൻ ഒരുപാട് തടയാൻ ശ്രമിച്ചതാണ്, പക്ഷേ പ്രിയൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പാർവതി പറയണേ, എന്നെ നേരിൽ കണ്ട്
പ്രിയൻ ചേട്ടൻ ഞാൻ തടഞ്ഞു നിർത്തുമ്പോൾ എന്താണ് പറയുക എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ചേട്ടനെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ ഇവിടെ നിന്നും പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പാർവതി കരഞ്ഞുകൊണ്ട് പറയട്ടെ. അങ്ങനെ സ്റ്റാൻഡിലെത്തിയ ശേഷം ബസ് പോവുകയാണെന്ന് കാണുമ്പോൾ പാർവതി ആ ബസ്സിൻ്റെ പുറകെ അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിക്കണം. എന്താ കുട്ടി, എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പ്രിയൻ ചേട്ടാ ഒന്ന് ഇറങ്ങി വാ, പ്രിയൻ ചേട്ടൻ എവിടെയാണ് ഇരിക്കുന്നത്, പ്രിയൻ ചേട്ടാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് കരഞ്ഞുകൊണ്ട് പാർവതി പറയണേ. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച സമയത്ത് പ്രിയനും അതിലുള്ള ആളുകളൊക്കെ ഇതെന്ത് പറ്റിയതാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാവരും എണീറ്റ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയനും ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ ഉണ്ടായത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അതിൽ കിളി ചോദിക്കുകയാണ്, അല്ല ആരാണ് പ്രിയൻ എന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്കും പ്രിയൻ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് എന്താണ് പാറു എന്ന് ചോദിക്കുമ്പോൾ പാറു കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം എനിക്ക് മറുപടി പറഞ്ഞാൽ മതി. ആ മറുപടി എനിക്ക് തന്ന ശേഷം പ്രിയൻ ചേട്ടന് എവിടെ വേണമെങ്കിലും പോവാം. ഗന്ധർവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചതോടുകൂടി പ്രിയൻ അങ്ങ് പതറുകയാണ് കേട്ടോ. ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി വേണം, ഗന്ധർവൻ ഉണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും പാർവതി ചോദിക്കുമ്പോൾ പ്രിയൻ പതർച്ചയോടുകൂടി പറയാണ്, ഇല്ല ഗന്ധർവൻ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി പ്രിയന്റെ കവളത്തേക്ക് പാർവതി ആഞ്ഞടിക്കുകയാണ്. കണ്ടപ്പോൾ ഓട്ടോക്കാരനും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഗന്ധർവൻ എന്നുള്ളത് കള്ളമാണെന്നാണോ പ്രിയൻ ചേട്ടൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ പ്രിയൻ തല കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്, അതെ കള്ളമാണ് എന്ന് കാണിച്ചതോടുകൂടി വീണ്ടും പാർവതി പ്രിയന്റെ കവളത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ പ്രിയൻ ഇവൾക്ക് ഇതെന്താ പറ്റിയത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഞെട്ടലോട് കൂടിയിട്ട് പ്രിയൻ നോക്കുന്നത്. അപ്പോഴാണ് പാർവതിയുടെ പേഴ്സിൽ നിന്നും ആ മാല എടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടപ്പോൾ പ്രിയൻ തന്നെ അതിശയിച്ചു പോവാണ്, ഇതെങ്ങനെ പാറുവിൻ്റെ കയ്യിൽ കിട്ടി, ഞാനിത് മാറ്റി വെച്ചതാണല്ലോ, ഇതെന്താ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് പാറു കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കണ്ടിട്ട് പ്രിയൻ ചേട്ടന് എന്താണ് പറയാനുള്ളത്? ഇനിയും ഗന്ധർവൻ കള്ളമാണ് എന്നാണോ പ്രിയൻ ചേട്ടൻ പറയാൻ വരുന്നത്? എന്തിനാണ് പ്രിയൻ ചേട്ടൻ എന്നിൽ നിന്നും ഗന്ധർവൻ പ്രിയൻ ചേട്ടനാണെന്നുള്ളത് മറച്ചു വെച്ചത്? പ്രിയൻ ചേട്ടനെ പോലെ ഒരാളെ എനിക്ക് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? പ്രിയൻ ചേട്ടനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാതിരിക്കില്ലല്ലോ. എല്ലാവരും എന്നോട് പറഞ്ഞു ഗന്ധർവൻ കള്ളമാണെന്നുള്ളത്, പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണെന്നോ, എൻ്റെ ഗന്ധർവനായിട്ട് എനിക്ക് പ്രിയൻ ചേട്ടനെ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രിയൻ ചേട്ടൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഗന്ധർവൻ കള്ളമാണെന്നുള്ളത് തോന്നാതിരുന്നത്. എന്നോട് എല്ലാവരും ചോദിച്ചു നീ ഗന്ധർവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്, പക്ഷേ അതിനുള്ള മറുപടി എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, നീയാണ് എൻ്റെ ഗന്ധർവൻ എന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാൻ ഇപ്പോൾ പറയുന്നു. എനിക്ക് പ്രിയൻ ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ നിൽക്കുന്ന ഗന്ധർവനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പാറു പറയട്ടോ. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടൻ എന്നിൽ നിന്നും വിട്ടുപോകുന്നത്? ഇപ്പോഴും പ്രിയൻ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പ്രിയ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടൻ എന്നിൽ നിന്നും വിട്ടുപോകുന്നത്, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രിയൻ ചേട്ടൻ അപ്പോൾ എന്നോട് അന്നുണ്ടായിരുന്ന ആ സ്നേഹം ഇപ്പോൾ എന്നോട് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രിയൻ പറയണേ, എൻ്റെ ജീവൻ പോയാലും നിന്നിലുള്ള എൻ്റെ സ്നേഹം അത് ഒരിക്കലും പോവില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പാറു നിന്നെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടൻ ഇവിടെ നിന്നും പോയത്? പ്രിയൻ ചേട്ടൻ പോയി കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ പിന്നെ മറ്റൊന്നും ഉണ്ടാവില്ല. ഞാൻ തൊഴുതുകൊണ്ട് പ്രിയൻ ചേട്ടനോട് പറയുകയാണ്, ഇവിടെ നിന്നും പോവരുത്, എന്നെ വിട്ടു പോവരുത്, ഈ ഗന്ധർവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതോടുകൂടി പ്രിയൻ അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. പാറു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ പാറുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കരയുകയാണ്, പൊട്ടി കരയുകയാണ് ചേർത്ത് പിടിച്ചുകൊണ്ട്. അങ്ങനെ പ്രിയൻ പാർവതിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓട്ടോക്കാരന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കും ബസ് ഡ്രൈവർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് അവരുടെ സ്നേഹം പരസ്പരം തുറന്നു പറഞ്ഞ് അവരൊന്നായതോടുകൂടി കണ്ടക്ടർ പ്രിയൻ്റെ ബാഗ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ ഹൈദരാബാദിലേക്ക് വരുന്നുണ്ടാവില്ലല്ലോ, അപ്പോൾ പിന്നെ ബാഗ് ഇതാ എന്ന് പറഞ്ഞ് അവർ ബസ് എടുത്തുകൊണ്ട് പോവണം. എന്നിട്ട് പ്രിയൻ പാറുവിനെ അങ്ങ് കോരി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കോരി എടുത്തുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. എന്നിട്ട് ഓട്ടോയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ പ്രിയൻ്റെ ബാഗുമായിട്ട് വരിക കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.